Question number 4. A 3.5 meter long rod is to be cut into two pieces. One piece is to be bent into a square and the other into an equilateral triangle. The length of their sides must be the same. How should it be cut? 3.5 മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു കഷ്ണം വളച്ച് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. എങ്ങനെ മുറിക്കണം? വളരെ ടഫ് എന്ന് തോന്നുന്ന ചോദ്യം നിസ്സാരമായി ചെയ്യാൻ സാധിക്കും. നമുക്ക് വ്യക്തമായി ചോദ്യം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടി നമുക്ക് ചോദ്യം വായിച്ചു നോക്കാം. നോക്കൂ, ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നു 3.5 മീറ്റർ നീളമുള്ളൊരു കമ്പിയുണ്ട്. 3.5 മീറ്റർ നീളം അല്ലേ, രണ്ടായി മുറിക്കുന്നു. മുറിച്ചിട്ട് ഒരു കഷ്ണം ഉപയോഗിച്ച് ഒരു സമചതുരം, ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നു. പിന്നെയോ മുറിച്ച രണ്ടാമത്തെ കഷ്ണം ഉപയോഗിച്ച് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഉണ്ടാക്കുന്ന സമചതുരത്തിൻ്റെയും സമഭുജ ത്രികോണത്തിൻ്റെയും സ്ക്വയറിൻ്റെയും ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെയും സൈഡുകൾക്ക്, വശങ്ങൾക്ക് എന്താണ്? ഒരേ നീളം, സെയിം ലെങ്ത് ആണ്. എങ്കിൽ എങ്ങനെ മുറിക്കണം? വളരെ ഈസിയാണ്. നോക്കൂ, ഞാൻ ഇവിടെ ആദ്യം തന്നെ 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി ഇവിടെ വരയ്ക്കുന്നു. ഇതാണ് കമ്പി എന്ന് വിചാരിക്കുക. ഇതിൻ്റെ അളവ് 3.5 മീറ്റർ ഉണ്ട്. 3.5 മീറ്റർ. ഇത് മുറിക്കുന്നു. എവിടെ മുറിക്കുന്നു? അത് നമുക്ക് ഇഷ്ടമെടുത്ത് മുറിക്കാം. പക്ഷേ എവിടെ മുറിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അല്ലേ. തൽക്കാലം ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ മുറിച്ചു. ഈ ലെങ്ത് എത്ര നമുക്കറിയില്ല, ഇതും നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ ചോദിച്ചു പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ ഈ കഷ്ണം, ഇതാണ് ഫസ്റ്റ് പീസ് അല്ലേ, ഇത് എടുത്തിട്ട് എന്തുണ്ടാക്കുന്നു? ഒരു സമചതുരം, സ്ക്വയർ ഉണ്ടാക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഉണ്ടാക്കി നോക്കാം. നമുക്കറിയാം സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? സ്ക്വയറിൻ്റെ പ്രത്യേകത അതിൻ്റെ 4 സൈഡും ഈക്വൽ ആയിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് 4 സൈഡും ഈക്വൽ ആയിട്ട് ഒരു സ്ക്വയർ ഏകദേശം ഇവിടെ വരയ്ക്കാം. നോക്കൂ, 4 സൈഡ് ഈക്വൽ ആയിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, 4 സൈഡും ഈക്വലാണ്. പിന്നെയോ ബാക്കിയുള്ള രണ്ടാമത്തെ കഷ്ണം എടുത്ത് എന്ത് ചെയ്യുന്നു? ഈ കഷ്ണം എടുത്തിട്ട് ഒരു ഈക്വലായിട്ടുള്ള ട്രയാങ്കിൾ ഉണ്ടാക്കുന്നു, സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നു. അപ്പോൾ ഞാൻ സമഭുജ ത്രികോണം ഉണ്ടാക്കാൻ പോവാണ്. 3 വശം തുല്യമാണല്ലോ ഒരു സമഭുജ ത്രികോണത്തിൻ്റെ. ഓക്കെ, അത് ഞാനിവിടെ ഉണ്ടാക്കട്ടെ. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കി കഴിഞ്ഞു. ഇങ്ങനെ ഉണ്ടാക്കിയ ഈ സ്ക്വയറിൻ്റെ ഈ സൈഡും സ്ക്വയർ ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. ഇതൊരു സമഭുജ ത്രികോണം, ഈക്വൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇതിൻ്റെ 3 സൈഡും ഈക്വൽ ആയിരിക്കും. പക്ഷേ ചോദ്യത്തിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കിയ ഈ സ്ക്വയറിൻ്റെ സൈഡ് എന്താണോ അതേ അളവ് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കിയ ഈ ഒരു ട്രയാങ്കിൾ, ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സമഭുജ ത്രികോണത്തിൻ്റെ സൈഡും. അപ്പോൾ ഇത് എത്രയാണ് നമുക്കറിയാം. തൽക്കാലം എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു സൈഡിനെ എക്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ അളവും എക്സ് ആണ്, ഇതും എക്സ് ആണ്, ഇതും എക്സ് ആണ്. ഇതേ അളവ് തന്നെ ആയിരിക്കണം ഇവിടുന്ന് പറയുന്നത് ചോദ്യത്തിൽ അല്ലേ. രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. അപ്പോൾ ഇവിടെ എക്സ് ആണ് എടുത്തതെങ്കിൽ ഇവിടെയും സൈഡ് എക്സ് തന്നെയാണ്. ഇതൊക്കെ എക്സ് തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, ഇവിടെ 4 സൈഡും എക്സ് തന്നെ, അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 4x. ഇവിടെ 3 സൈഡ് എക്സ് തന്നെ, അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 3x. അപ്പോൾ ഈ കമ്പി 4 കഷ്ണമായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ എക്സ് ആക്കിയെടുത്ത് ഇങ്ങനെ സ്ക്വയർ ഉണ്ടാക്കി. പിന്നെ ഈ കമ്പിയോ ഇത് 3 എണ്ണാക്കി മുറിച്ച്, അതായത് എക്സ് ആണ്. അങ്ങനെ എല്ലാ അളവും ഈക്വൽ ആയിട്ട് എടുത്ത് ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, 3.5 മീറ്റർ നീളമുള്ള കമ്പി നമ്മൾ എന്ത് ചെയ്തു? ഈക്വൽ ആയിട്ടുള്ള 7 കഷ്ണാക്കി മുറിച്ച് അല്ലേ. 7 കഷ്ണം, അതായത് എക്സ് പ്ലസ് എക്സ് 4x, പിന്നെയോ എക്സ് പ്ലസ് എക്സ് 3x. ഇങ്ങനെ ആകെ 7 കഷ്ണങ്ങളാക്കി മുറിച്ച് അതിലൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് പറയുന്നത്? ഈ എല്ലാ ലെങ്ത്തും കൂട്ടിയാൽ ടോട്ടൽ ലെങ്ത് ആയിട്ടുള്ള 3.5 കിട്ടും. കാരണം ആകെയുള്ള 3.5 മീറ്ററിനെയാണല്ലോ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള 7 കഷ്ണാക്കി മുറിച്ചത്. അപ്പോൾ നമുക്ക് എഴുതാം, നമ്മൾ ആകെ സ്ക്വയർ ഉണ്ടാക്കാൻ 4 കഷ്ണം എടുത്തു, 4x, ട്രയാങ്കിൾ ത്രികോണം ഉണ്ടാക്കാൻ 3 കഷ്ണം എടുത്തു, ആകെ 7 കഷ്ണമാക്കി. ആ 7 കഷ്ണം കൂട്ടിയാൽ നമുക്ക് 3.5 മീറ്റർ കിട്ടും. എങ്കിൽ എക്സ് എന്ത് വരും? നമുക്ക് എന്ത് ചെയ്താൽ മതി? 3.5 ഈ 7 കൊണ്ട് മാറ്റിയാൽ മതി. എന്താ ഉത്തരം കിട്ടുക? എക്സ് ഈസികൾ ഡിവൈഡ് ചെയ്ത് നോക്കാം. 3.5നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3ൽ 7 ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
നമുക്ക് 3ൽ 7 ഇല്ലാത്തതുകൊണ്ട് ഈ തൊട്ടടുത്തുള്ള 5നെ വിളിക്കണം. അത് 35 ആയി. പക്ഷേ 35 എന്നുള്ള ഈ 5 എവിടെയാണ്? പോയിന്റ് ഭാഗത്താണ് അല്ലേ. ആ പോയിന്റ് ഭാഗത്തുള്ള നമ്പറിനെ 3ൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ആൻസറിൽ ഒരു പോയിന്റ് എടുക്കണം. അപ്പോൾ പിന്നെ ഈ പോയിന്റാണ് ഇവിടെ കിടക്കുന്നത്. പിന്നെ ഈ പോയിന്റ് മൈൻഡ് ചെയ്യേണ്ട, 35 എന്ന് വിചാരിച്ചാൽ മതി. 35ൽ എത്ര പ്രാവശ്യമാണ്? 5 ടൈംസ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടി. 5 × 7 35. ഈ പോയിന്റാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പോയിന്റ് ഇല്ലാന്ന് മനസ്സിലാക്കി ഈ പോയിന്റ് എടുത്തി. ബാക്കി 5 5 കുറച്ചാൽ 0, 3 കുറച്ചാൽ 0. അപ്പോൾ നമുക്ക് മനസ്സിലായി 3.5 7 എത്ര ടൈംസ് ഉണ്ട്? 0.5 ടൈംസ്. എന്ന് വെച്ചാൽ 3.5 മീറ്ററിനെ കൃത്യമായി 7 കഷ്ണമാക്കിയാൽ ഒരു കഷ്ണം എത്ര വരും? 1/2 മീറ്റർ വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി 1/2 മീറ്റർ ആണ് ഈ ഒരു കഷ്ണത്തിൻ്റെ എന്ത് നീളം. ഇത് 5.5 മീറ്റർ, ഇതും 0.5, ഇതും 0.5, ഇതും 0.5, ഇതും 0.5 തന്നെ. ഇവിടൊക്കെ 0.5 തന്നെയാണ് ഉത്തരം. എങ്കിൽ നോക്കൂ, കുറച്ചൊന്ന് ഉയർത്തി വെക്കാം. എങ്കിൽ നോക്കൂ, 0.5 0.5 0.5 0.5. എങ്കിൽ സ്ക്വയർ ഉണ്ടാക്കാൻ നമ്മൾ എത്ര ഉപയോഗിച്ചു? ലെങ്ത്. therefore length for സ്ക്വയർ ഉണ്ടാക്കാൻ ലീഗോ അല്ലേ. ചതുരത്തിൻ്റെ ആകെ നീളം അഥവാ ചുറ്റളവ്, ആകെ നീളം എങ്ങനെ കാണാം? നമുക്കറിയാം, എല്ലാ 0.5ഉം കൂട്ടിയാൽ മതി. 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 പ്ലസ് 0.5 എന്താ ഉത്തരം കിട്ടുക? നമുക്കറിയാം, ആരെയും 1 1.5 2 മീറ്റർ കിട്ടും. അത് എന്തിൻ്റെ കണക്കാണ്? സ്ക്വയറിൻ്റെ. അതുപോലെ ലെങ്ത് ഓഫ് പെരിമീറ്റർ ഓഫ് എന്ന് പറയാം. ലെങ്ത് ഓഫ് ട്രയാങ്കിൾ, ത്രികോണത്തിൻ്റെ ചുറ്റളവ്, ത്രികോണത്തിൻ്റെ ആകെ നീളം. ചുറ്റളവ് പറഞ്ഞാലും മതി, ഞാൻ ഇവിടെ ചോദിച്ചതനുസരിച്ച് വിളിക്കുന്നു. ആകെ നീളം ഈക്വൽ ടു എന്ത് കിട്ടും? 0.5 പ്ലസ് 0.5 പ്ലസ് 0.5. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് കിട്ടി? 0.5 1 ആവും. വീണ്ടും പോയിന്റ് കൂടിയാൽ 1.5 ആവും. 1.5 മീറ്റർ. എങ്കിൽ നമ്മൾ ഈ ലൈൻ എങ്ങനെ മുറിക്കണം? 2 മീറ്ററിൽ വെച്ച് മുറിക്കണം. അപ്പോൾ 1/2 മീറ്റർ വെച്ച് സ്ക്വയർ ഉണ്ടാക്കാം. ബാക്കി 1.5 ഉണ്ടാവും. അതിൽ 1/2 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 3 സൈഡുള്ള ട്രയാങ്കിളും ഉണ്ടാക്കാം. ഇങ്ങനെ നമ്മൾ മുറിക്കേണ്ടത് എവിടെ വെച്ചിട്ടാണ്? 3.5 മീറ്ററിൽ 2 മീറ്ററിൻ്റെ സ്ഥലത്ത് വെച്ചാണ് മുറിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ എഴുതിയാൽ ആകെ ആൻസറായി. വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ചിത്രമൊക്കെ വരച്ചത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ടഫാണെന്ന് തോന്നും, പക്ഷേ വളരെ വളരെ ഈസിയാണ്. റൈറ്റ്. അവസാനത്തെ ചോദ്യം വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. The distance travelled in t seconds by an object starting with a speed of u meters per second and moving along a straight line with the speed increasing at the rate of a meters per second every second is given by ut plus half a t square meters. An object moving in this manner travels 10 meters in 2 seconds and 20 meters in 4 seconds. With what speed did it start? At what rate does its speed change? ഒരു സെക്കൻഡിൽ യു മീറ്റർ എന്ന വേഗത്തിൽ തുടങ്ങി ഓരോ സെക്കൻഡിലും എ മീറ്റർ പെർ സെക്കൻഡ് എന്ന നിരക്കിൽ വേഗം കൂടി നേർവരയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു ടി സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരം യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ്. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്ററും 4 സെക്കൻഡിൽ 28 മീറ്ററും സഞ്ചരിക്കുന്നു. യാത്രയുടെ തുടക്കത്തിൽ വേഗം എന്തായിരുന്നു? ഓരോ സെക്കൻഡിലും വേഗം കൂടുന്നതിൻ്റെ നിരക്ക് എന്താണ്? ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ പ്രയാസം തോന്നുന്നുണ്ട് അല്ലേ? എന്താണ് കാരണം? കാര്യമായിട്ട് നമുക്കിതൊന്നും പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നില്ല. അതാണ് ഇതിൻ്റെ കാരണം. പക്ഷേ ഇത് വളരെ ഈസിയാണ്. ഞാനൊന്ന് വിവരിക്കാം. എന്താണ് ഇവിടെ പറയുന്നത് നമുക്കറിയോ? ആദ്യം നമുക്ക് എന്താണ് ഈ ഫോർമുല എന്ന് നോക്കാം. ഇത് നോക്കി മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഈസിയായി. അത് ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. നോക്കൂ, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് എന്തിൻ്റെ ഫോർമുലയാണ്? എന്തിനെ സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ്, ഫോർമുലയാണിത്. ഇത് നമ്മൾ അല്ലെങ്കിൽ ഒരു വസ്തു അതാരുമാവട്ടെ അത് സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണെങ്കിലും എന്ത് സഞ്ചരിക്കുകയാണെങ്കിലും നമുക്കത് ടൈം ഉണ്ടാവും അല്ലേ? നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ പുറപ്പെട്ട സമയമായിരിക്കുമോ? നമ്മൾ എത്തുന്ന സമയം അല്ല, സമയം ഒരു 5 മിനിറ്റോ 10 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് എന്ത് വേണം? ടൈം നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെയോ നമ്മൾ വേഗതയും ഉണ്ട് അല്ലേ? നമുക്ക് മെല്ലെ യാത്ര ചെയ്യാം, സ്പീഡ് യാത്ര ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗതയും യാത്രയിലുണ്ട്.
അങ്ങനെ നമ്മൾ പ്രത്യേക വേഗതയിലും കുറച്ച് സമയമെടുത്ത് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് എന്ത് വരും, നമുക്ക് ഒരു അകലം കിട്ടും അല്ലേ. നമ്മളിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മൾ മെല്ലെയാണ് പോകുന്നതെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, സ്പീഡിലാണ് പോകുന്നത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മുടെ ഈ യാത്ര വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ആ ഒരു അകലം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ടൈമുമായും അതുപോലെ നമ്മുടെ വേഗതയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അല്ലേ. മാത്രമല്ല എന്തുകൊണ്ട് ഒരു യു ഉണ്ട്, യു എന്താ, നമ്മൾ തുടക്ക വേഗത. നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തുള്ള വേഗതയാണോ നമ്മൾ ബെല്ലടിക്കാനായി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുക അല്ല, നമ്മൾ എന്ത് ചെയ്യും, ബെല്ലടിക്കുന്നത് കേട്ടാൽ വളരെ വേഗം കൂട്ടി സ്കൂളിനകത്തേക്ക് ഓടിക്കയറും അല്ലേ. അപ്പോൾ വേഗത അവിടെ കൂടും. അപ്പോൾ തുടക്കത്തിലൊരു വേഗത ഉണ്ടായിരിക്കും, എന്നാൽ വേഗതയ്ക്ക് മാറ്റം വരും. അതാണ് എ, തുടക്ക വേഗതയാണ് യു. പിന്നെ നമ്മൾ എടുക്കുന്ന സമയമാണ് ടി. ഇങ്ങനെ നമ്മൾ സമയവും വേഗതയും ഒക്കെ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് വരും, നമ്മൾ സഞ്ചരിക്കുന്ന ദൂരത്തിൽ വ്യത്യാസം വരും. ആ വ്യത്യാസം, ആ ദൂരത്തിൻ്റെ അളവ് സൂചിപ്പിക്കുന്ന ഒരു ഇക്വേഷനാണ് ഇത്, ഒരു സമവാക്യം, ഒരു ഫോർമുലയാണിത്. അപ്പോൾ നമുക്ക് ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്, ഡിസ്റ്റൻസിൻ്റെ ഫോർമുല കേട്ടോ. എന്തിൻ്റെ ഫോർമുലയാണ്, ഡിസ്റ്റൻസ്. അപ്പോൾ പേടിക്കേണ്ട, ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കാനുള്ള മാത്സിലൊരു ഫോർമുല അഥവാ ഫിസിക്സിലൊരു ഫോർമുലയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്താ, യു എന്ന് വെച്ചാൽ നമ്മൾ യാത്ര തുടങ്ങുമ്പോഴുള്ള നമ്മുടെ വേഗത, പിന്നെ ടിയോ യാത്രക്ക് നമ്മൾ എടുക്കുന്ന സമയം, എ എന്താണ്, നമ്മൾ യാത്രയിൽ പല വേഗതയിലും യാത്ര ചെയ്യാറുണ്ട് അല്ലേ. ചിലപ്പോൾ ഓടും, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ വളരെ സ്ലോയിലായിരിക്കും. ഇതൊക്കെ ഈ എയുമായി ബന്ധപ്പെട്ടതാണ്. വേഗതയുടെ മാറ്റമാണ് ഈ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ പറയുകയാണെന്ത്, ഒരു വസ്തു, ഒരാളാവട്ടെ, അയാൾ 2 സെക്കൻഡിൽ 10 മീറ്റർ യാത്ര ചെയ്തു. അപ്പോൾ 2 സെക്കൻഡ് പറയുമ്പോൾ അതെന്താ, സെക്കൻഡ് അത് ടൈം ആണല്ലോ അല്ലേ. അപ്പോൾ ടി തന്നിട്ടുണ്ട്, ടി എത്രയാണ്, 2. അപ്പോൾ അയാൾ എത്ര യാത്ര ചെയ്തു, ഡിസ്റ്റൻസ് 10 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസും അറിയാം, ഡിസ്റ്റൻസ് 10 മീറ്റർ യാത്ര ചെയ്തു. 2 സെക്കൻഡിൽ 10 മീറ്റർ യാത്ര ചെയ്തു. അത് മാത്രമാണ് പറയുന്നത്, അതല്ല ഒരു കാര്യം കൂടി പറയേണ്ടത് അല്ലേ. ഇതൊരു കാര്യം, ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നത്, എന്താ കാര്യം, രണ്ടാമത് പറയുകയാണ്, അതേ ആള് 4 സെക്കൻഡ് യാത്ര ചെയ്തു. അപ്പോൾ അവിടുത്തെ ടി എത്ര, 4 സെക്കൻഡ്. എത്ര മീറ്റർ യാത്ര ചെയ്തു അയാൾ, 4 സെക്കൻഡിൽ അയാൾ 28 മീറ്റർ യാത്ര ചെയ്തു. 28 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ആണല്ലോ, ഡിസ്റ്റൻസ് 28 മീറ്റർ. അപ്പോൾ ഇവിടെ 2 കാര്യം ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഒരാൾ 2 സെക്കൻഡ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു വസ്തു 2 സെക്കൻഡ് എടുത്തിട്ട് 10 മീറ്റർ യാത്ര ചെയ്തു. പിന്നെയോ അതേ വസ്തു തന്നെ പിന്നൊരു സമയത്ത് 4 സെക്കൻഡ് എടുത്തിട്ട് 28 മീറ്റർ യാത്ര ചെയ്തു അല്ലേ. എങ്കിൽ നമ്മൾ ചോദിക്കുകയാണ്, ആ വസ്തു സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള തുടക്ക വേഗത എന്ത്, യു എന്ത്, പിന്നെയോ പിന്നെ ആ വസ്തു ഇടയ്ക്ക് വേഗത കൂട്ടിയിട്ടുണ്ടാവും അതല്ലേ. നമുക്ക് ഇവിടെ 2 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ, പിന്നെയോ 4 സെക്കൻഡ് കൊണ്ട് 28 മീറ്റർ, അധികം ഡിസ്റ്റൻസ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ വസ്തു വേഗത കൂട്ടിയിട്ടുണ്ട്. എങ്കിൽ ആ വസ്തു, ആ ഒരു ഒബ്ജക്റ്റ് കൂട്ടിയ വേഗതയിലെ മാറ്റം എ എന്താണ്, ആ വേഗതയിൽ വന്ന ചേഞ്ച് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് യുവും കാണണം, തുടക്കത്തിലുള്ള വേഗത കാണണം, ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ, തുടക്കത്തിലുള്ള സ്റ്റാർട്ടിങ് വേഗത കാണണം. പിന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേഗത, നമ്മൾ ബൈക്കിലൊക്കെ യാത്ര ചെയ്യാൻ വേണ്ടിയില്ലേ, ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേഗത ആണോ, അല്ല, വേഗത നമ്മൾ ചിലപ്പോൾ ആൾ വരുന്ന സ്ഥലത്ത് കൂട്ടും, ആൾ കൂടുമ്പോൾ കുറയ്ക്കും. അപ്പോൾ അങ്ങനെ വേഗതയ്ക്ക് മാറ്റം വരും. അതാണ് എ. അങ്ങനെ വേഗതയിലുള്ള വ്യത്യാസവും തുടക്കത്തിലുള്ള വേഗതയ്ക്ക് നമ്മൾ കണ്ടെത്തണം. ഇവിടെ തന്ന കാര്യം എന്താ, ആ ഒരു വസ്തു 2 സെക്കൻഡിൽ 10 മീറ്റർ സഞ്ചരിക്കും, 4 സെക്കൻഡിൽ 28 മീറ്റർ സഞ്ചരിക്കും. എങ്കിൽ എങ്ങനെ നമ്മൾ ഈ ഫോർമുലയും ഈ അറിവൊക്കെ ഉപയോഗിച്ചിട്ട് തുടക്കത്തിലുള്ള വേഗതയും വേഗതയുള്ള മാറ്റം കാണുക, വളരെ എളുപ്പമാണ്. നോക്കൂ, നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഈ ഫോർമുല നിങ്ങൾ എടുക്കുക, ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ആ സാറ് ഇത് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് ഞാനിങ്ങനെ തിരിച്ചെഴുതുന്നു, യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന ഈ ഫോർമുല വെച്ച് നമുക്ക് എന്ത് കാണാം, ഡിസ്റ്റൻസ് കാണാം. അഥവാ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് എഴുതാം. തിരിച്ചു എഴുതാം, ഞാനിവിടെ ഇങ്ങനെ എഴുതുന്നു. ഇനി നോക്കൂ, യു നമുക്കറിയില്ല, നമുക്ക് എന്തറിയാം, ഒന്നാമത്തെ യാത്രയിൽ നമുക്ക് എന്തറിയാം, അതിൻ്റെ ടൈം അറിയാം, എത്ര ടൈം 2. അപ്പോൾ നമുക്ക് ഈ ടീൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കാം. ഇത് ഒന്നാമത് ആ വസ്തു യാത്ര ചെയ്ത സമയത്തുള്ളതാണ് അല്ലേ. അതിന് ശേഷം യാത്ര ചെയ്ത് വിടുന്നത്, നമുക്ക് ആദ്യം ഇതെടുക്കാം. പിന്നെയോ ഹാഫ് എഴുതുന്നു. എ നമുക്കറിയില്ലല്ലോ, ക്വസ്റ്റ്യൻ മാർക്ക് ടെസ്റ്റ് കണ്ടില്ലേ, എ ഇൻറ്റു ടി നമുക്കറിയാം, ടി എത്രയാണ്, ടി 2 തന്നെയാണ്, 2ൻ്റെ സ്ക്വയർ. അപ്പോൾ ടി സ്ക്വയർ 2ൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു. അങ്ങനെ 2 സെക്കൻഡ് എടുത്തപ്പോൾ ആ വസ്തു എത്ര മീറ്റർ യാത്ര ചെയ്തു, 10 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ഇവിടെ 10 ആണ്. അതായത് 2 സെക്കൻഡിൽ 10 മീറ്റർ യാത്ര ചെയ്തു. നമുക്കൊന്ന് ചെറുതാക്കി എഴുതാം. 2 ഇൻറ്റു യു എന്താ വരിക, 2u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു, നോക്കൂ എന്താ 2 സ്ക്വയർ 4 അല്ലേ, അതങ്ങനെ ഇതാ ഈസിക്കൽ 10. 2u അങ്ങനെ തന്നെ നിൽക്കട്ടെ, പ്ലസ് നോക്കൂ ഈ 4ഉം ഈ 2ഉം കട്ട് ചെയ്തിട്ട് ഇവിടെ എന്ത് ചെയ്യാം, 2. കാരണം എന്താ, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4. അപ്പോൾ ഇവിടെ 4ൻ്റെ ഹാഫ് എടുക്കാം, അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. ഈ 4ഉം ഈ 2 കട്ട് ചെയ്ത് 2 എഴുതി. അപ്പോൾ ബാക്കി ഇവിടെ 2ഉം എ ഉണ്ട്. അപ്പോൾ എന്ത് കിട്ടും, 2a ഈസിക്കൽ ടു 10 ഈസിക്കൽ ടു 10 കിട്ടി. ഓക്കെ, ഇവിടെ നോക്കൂ
2u + 2a = 10. നമുക്കിത് ഒന്നുകൂടി ചെറുതാക്കാൻ പറ്റും. നിങ്ങളിപ്പം പഠിക്കണം എങ്ങനെയാണെന്നറിയോ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. ഈ 2വിനെയും ഈ 2വിനെയും ഈ 10നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണ്? നമുക്കറിയാം, അത് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഈ മൊത്തമുള്ള ഈ ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നോക്കൂ, /2 മൊത്തം 2 അതെന്താ ചെയ്യണത്? അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിത് വളരെ ചെറുതാക്കി മാറ്റാൻ കണക്കുകളൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ 2u അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, +2a അതിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 10 മൊത്തം ചേർച്ച എല്ലാத்தைയും ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും? ഈ 2 കട്ടായിട്ട് u ആവും, പ്ലസ് ഈ 2 കട്ടായിട്ട് a ആവും, = ഇത് 2 കട്ടായിട്ട് 5 ആവും. ഇത് നമുക്ക് എന്ത് വിളിക്കാം? ഇത് നമുക്ക് ഒന്നാമത്തെ ഇക്വേഷൻ വെറുതെ വിളിക്കാം, അടുക്കട്ടെ. ഇനിയോ രണ്ടാമത്തെ കാര്യം ഇതേപോലെ നമുക്ക് എടുക്കാം. സ്ക്രീൻ ഉയർത്തി വെക്കാം. നോക്കൂ, രണ്ടാമത്തെ കാര്യം ഇവിടെ എഴുതാം. ഈ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഇവിടെ 4 സെക്കൻഡ് സഞ്ചരിക്കുന്നു, അപ്പോൾ ഡിസ്റ്റൻസ് 28. നമുക്ക് നേരത്തെ കൊടുത്ത മാതിരി ഈ ഫോർമുലയിൽ കൊടുക്കാം. ut + ½ at² ഡിസ്റ്റൻസ് ആണല്ലോ നമ്മുടെ ഫോർമുല, നമ്മൾ കണ്ടിട്ടില്ലേ? നോക്കൂ, ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എഴുതി വെച്ച് അതേമാതിരി ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി എഴുതാം. u അറിയില്ല, u അങ്ങനെ നിൽക്കട്ടെ. t നമുക്കറിയാം, t രണ്ടാമത്തെ യാത്ര എത്രയായിരുന്നു? 4 അല്ലേ? 4 കൊടുക്കാം, പ്ലസ് ½ × a നമുക്കറിയില്ല, a അറിയില്ല, ഇൻറ്റു t² നമുക്കറിയാം. t എത്രയാണ് ഇവിടെ? രണ്ടാമത്തെ യാത്രയിൽ 4. അപ്പോൾ നേരത്തെ ഇവിടെ 2 കൊടുത്തവർക്ക് ഇവിടെ 4 കൊടുത്താൽ മതി. ആ 4² = 4 സെക്കൻഡിൽ ഈ വസ്തു ഒബ്ജക്റ്റ് എത്രയാണ് ഡിസ്റ്റൻസ് കവർ ചെയ്തത്, സഞ്ചരിച്ചത്? 28 മീറ്റർ അല്ലേ? അപ്പോൾ 28 എഴുതാം. നേരത്തെ നമ്മളിവിടെ 10 കൊടുത്തു, ഇവിടെ 28. നേരത്തെ നമ്മൾ ടിക്ക് 2 കൊടുത്തു, ഇവിടെ 4 കൊടുത്തു. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. u × 4 4u പ്ലസ് ½ × a എത്ര? 4² 16 ആണല്ലോ, അത് എഴുതാം, = 28. ഈ 2ഉം ഈ 16 കട്ട് ചെയ്തിട്ട് നമുക്ക് 8 എന്ന് എഴുതാം. അപ്പോൾ എന്ത് വരും? 4u പ്ലസ് 1 × a × 8 8a = 28. നേരത്തെ ചെയ്ത പോലെ 2 കൊണ്ട് ചെയ്ത പോലെ നമുക്ക് ഇവിടെ ഈ 4നെയും ഈ 8നെയും 28 ഡിവൈഡ് പറ്റിയ നമ്പർ ഏതാ? അത് 4 ആണ് അല്ലേ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. /4 കാരണം ഈ എല്ലാത്തിനെയും നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 4u/4 പ്ലസ് 8a/4 = 28/4. 28/4 നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ ആയിട്ട് ഇങ്ങനെ എഴുതാം. 4 കട്ട് ചെയ്ത് u എന്ന് മാത്രം എഴുതാം. 8ഉം 4ഉം കട്ട് ചെയ്ത് നമുക്ക് 2 എന്ന് എഴുതാതെ 2 കിട്ടും. അപ്പോൾ 2a ആവും, = 28നെ 4 കൊണ്ട് ചെയ്താൽ 7 ആവും. ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഇത് നമുക്ക് ഈ രണ്ട് ഇക്വേഷനുകൾ എടുത്ത് എഴുതാം. നോക്കൂ, u + a, യുനോട് a കൂട്ടിയപ്പോൾ 5, യുനോട് ഒരു യുനോട് ഒരു a കൂട്ടിയപ്പോൾ 5. രണ്ടാമത് എന്താണ്? u + 2a = 7. ഇവിടെ നോക്കൂ, ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇത് ഒന്നാമത്തേത്, ഇത് രണ്ടാമത്തേത്. ഇവിടെ നോക്കൂ, യുനോട് ഒരു a കൂട്ടിയപ്പോൾ 5, യുനോട് 2a കൂട്ടിയപ്പോൾ 7. അപ്പോൾ ശരിക്കും എൻ്റെ വാല്യൂ എന്തായിരിക്കും നോക്കി പറയാൻ പറ്റുമോ? യുനോട് ഒരു a കൂട്ടിയപ്പോൾ 5, എന്നാൽ അതേ യുനോട് 2a കൂട്ടിയപ്പോൾ 7 വന്നു. എന്ന് വെച്ചാൽ ഈ u + a 5 ആണെങ്കിൽ u + 2a 7. അപ്പോൾ എൻ്റെ വാല്യൂ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു a ആയപ്പോൾ 5, ഒരു എയും കൂടി ആഡ് ചെയ്തു എന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കിയൂടെ? u + a + a. ഇതിൻ്റെ ഉത്തരമാണെന്ത്? ഇതിൻ്റെ ഉത്തരമാണ് ഈ 5. ഇതാണ് 5. ഇത് മൊത്തം എഴുതപ്പോൾ 7 വന്നു എങ്കിൽ ഇത് എത്ര ഉണ്ടാവും? നമുക്കറിയാം, ഇത് മൊത്തം 5 ആണെങ്കിൽ ഇത് 2 ആണെങ്കിൽ അല്ലേ ടോട്ടൽ ഇത് 7 ആയി വരാം. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ മനസ്സിലായി. അത് എത്രയാണ്? a നമുക്ക് 2 കിട്ടും. 2 കണ്ടോ? അപ്പോൾ a കിട്ടി. എങ്കിൽ വേഗം u ചെയ്താലോ? നോക്കൂ, യുവും എയും കൂട്ടിയപ്പോൾ 5. നമുക്ക് a കിട്ടിക്കഴിഞ്ഞു. a എത്രയാണ്? 2 ആണ്. അപ്പോൾ u എന്നുള്ള ഈ നമ്പറും a 2 ആണല്ലോ, 2ഉം കൂട്ടിയപ്പോൾ 5. എങ്കിൽ u എന്തായിരിക്കണം? അത് 3 ആണേ. എങ്കിൽ 3 + 2 അല്ലേ 5 ആവാം. അപ്പോൾ നമുക്ക് മനസ്സിലായി u = 3. അപ്പോൾ നമുക്ക് തുടക്കത്തിലുള്ള വേഗത കിട്ടി, അത് 3 ആണ്. കൂടാതെ വേഗതയിലുള്ള വർധനവും കിട്ടി, അതെന്താണ്? 2 ആണ്. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഫോർമുല എന്തിനുദ്ദേശിക്കുന്നു, അത് അകലം, ഒരു വസ്തു സഞ്ചരിക്കുന്ന സമയവും തുടക്ക വേഗതയും വേഗതയിലുള്ള മാറ്റവും, ഇടയ്ക്കിടയ്ക്ക് വേഗത മാറ്റിക്കൊണ്ടിരിക്കുമല്ലോ, അതും അറിഞ്ഞാൽ എത്ര ദൂരം പിന്നിടുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ ഫോർമുല വെച്ച് കാണാൻ സാധിക്കും. ഇവിടെ ചോദിച്ചു തന്നിട്ടുണ്ട്, ഒരു വസ്തു ആദ്യത്തെ 2 സെക്കൻഡിൽ 10 മീറ്റർ അകലം പിന്നിട്ടു. അപ്പോൾ അവിടെ അകലം തന്നിട്ടുണ്ട്, സെക്കൻഡ് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ആ ഫോർമുലയിൽ കൊടുത്തിട്ട് ഇങ്ങനെ എഴുതി ഇവിടെ എത്തിച്ചു, ഒരു ഇക്വേഷൻ ഉണ്ടാക്കി മാറ്റി.
ആ വസ്തു സഞ്ചരിക്കുന്ന മറ്റൊരു കാര്യം തന്നിട്ടുണ്ട് 4 സെക്കൻഡിൽ 28 മീറ്റർ. അത് എന്ത് ചെയ്യുന്നു? പിന്നിടുന്നു. അതും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതേ ഫോർമുല നമ്മൾ കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷം അതേ ഫോർമുല കൊടുത്തിട്ട് നമ്മൾ വീണ്ടും എഴുതി ഇങ്ങനെ വന്ന് രണ്ടാമത്തതും ഇക്വേഷൻ ഉണ്ടാക്കി. ആ രണ്ടും ഇക്വേഷൻ നമ്മളിങ്ങ് നോക്കി. ഇത് രണ്ടും കൂട്ടി 5. പക്ഷേ എ ഒരു പ്രാവശ്യം കൂടി അധികം വരുമ്പോൾ 7 ഉണ്ട്. അപ്പോൾ എൻ്റെ വാല്യൂ 2 ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ എ 2 ആണെങ്കിൽ യുവും എയും കൂട്ടിയ 5, അതിൽ എ 2 ആണെങ്കിൽ ഇത് 3 ആയിരിക്കും നമ്മൾ മനസ്സിലാക്കി. ഇങ്ങനെ എയും യു. അപ്പോൾ തുടക്ക വേഗത 3 ആണ്. വേഗത മാറിക്കൊണ്ടിരിക്കുന്നത് എത്രയാണ്? ഓരോ സെക്കൻഡിലും 2 മീറ്റർ വെച്ചിട്ടാണ് വേഗത ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വീണ്ടും നന്നായി കാണുക. ഇതൊക്കെ സയൻസുമായി ഫിസിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. കുറച്ച് പ്രയാസം ഒന്നും അറിയാത്ത കുട്ടികൾക്ക് ഉണ്ടാവും, എന്നാലും നല്ലവണ്ണം കണ്ടാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, മറക്കില്ലല്ലോ.